സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കളെ ആദരിച്ച് കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ആശയുടെ രജത ജൂബിലി ആഘോഷം. പള്ളുരുത്തിയിൽ നടന്ന സമ്മേളനം കേരള സർക്കാർ കേന്ദ്ര പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് ഉദ്ഘാടനം ചെയ്തു. ആശ പ്രസിഡന്റ് എം.വി. രമേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായിക ജെൻസി മുഖ്യാതിഥിയായിരുന്നു. ഇതോടനുബന്ധിച്ച് നടന്ന ഗാനസന്ധ്യയും ഗുരുവന്ദനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ആശയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കൾക്ക് സ്വീകരണം നൽകി. പള്ളുരുത്തി ധന്വന്തരി ഹാളിൽ നടന്ന സമ്മേളനം കേരള സർക്കാർ കേന്ദ്ര പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയിൽ ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രതിഭകളെ അവരെ മുന്നോട്ട് പിടിച്ച് നടത്തുകയും ചെയ്യുന്ന വലിയൊരു കർമ്മമാണ് ആശ ചെയ്യുന്നത്. ഇടക്കൊച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ ഭദ്രദീപം തെളിയിച്ചു. ആശാ പ്രസിഡന്റ് എം.വി. രമേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി.എസ്. ശ്രീജിത്ത് ആമുഖ പ്രഭാഷണവും കേരള സംഗീത നാടക അക്കാദമി അംഗം സഹീർ അലി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ഇവിടെ ഈ ആശയുടെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം എൻ്റെ വാപ്പയും ഈ കൊച്ചിയുമായുള്ള വലിയ ബന്ധം, എൻ്റെ വാപ്പയുടെ ഉദയം നാടകം പണ്ടുകാലത്ത് ഇവിടെ പള്ളുരുത്തിക്കാർ സജീവമായി കളിച്ചിരുന്നാണ്. കൊച്ചിൻ അസനാരിക്ക ഇവിടെ ഈ വേദിയിലിരിക്കുകയാണ്. അസനാരിക്കയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാവായിരുന്ന ടി കെ വത്സൻ ഒക്കെ ആ നാടകം ഏറ്റുവാങ്ങിയവരാണ്. മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ എൻ്റെ ബാല്യത്തിൽ തന്നെ ഞങ്ങളുടെ നാടക സമിതിയിലേക്ക് ഇവിടെയുള്ളവർ ഡാൻസർ റഷീദിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള നിരവധിയായ ആളുകൾ വന്നെത്തിയ ഒരു സ്ഥലമാണ്. തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായിക ജെൻസി മുഖ്യാതിഥിയായിരുന്നു. തുടങ്ങി വെച്ച ഈ സംഘടന അന്ന് ഞാൻ കണ്ട കുറേ കലാകാരന്മാരുണ്ടായിരുന്നു. അവരാരെയും ഇപ്പോൾ കാണുന്നില്ല. ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള സ്ഥലമാണ് നമ്മുടെ കൊച്ചി. സിനിമാ താരം പൗളി വത്സൻ ഗുരുവന്ദനം നടത്തി. കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പി.എസ്. വിജു, സോണി കെ. ഫ്രാൻസിസ്, ആശ ട്രഷറർ കെ.ജി. മണിലാൽ, വൈസ് പ്രസിഡന്റ് എസ്. രാജീവ്, ജോയിന്റ് സെക്രട്ടറി എ.ബി. കുഞ്ഞച്ചൻ, കൊച്ചിൻ ബാബു, അബ്ദുള്ള മട്ടാഞ്ചേരി, ഷെരീഫ് മൈത്രി, ആശ സെക്രട്ടറി കെ.വി. സാബു എന്നിവർ സംസാരിച്ചു. 2024 ഗുരുപൂജ അവാർഡ് നേടിയ തബലിസ്റ്റ് കെ.വി. ജയപ്രകാശ്, കലാരത്ന ഫെല്ലോഷിപ്പ് ലഭിച്ച കെ.എം. ധർമ്മൻ, ഫെല്ലോഷിപ്പ് നേടിയ കെ.പി.എസ്.സി. ബിയാട്രീസ്, അക്കാദമി അവാർഡ് ജേതാക്കളായ ജോൺ ഫെർണാണ്ടസ്, അമ്മിണി ഏണസ്റ്റ്, ഗുരുപൂജ പുരസ്കാര ജേതാക്കളായ എ.പി. ബാബു, ജോസ് പൊന്നൻ, കൊച്ചിൻ ഹസനാർ, ജീവ മോഹൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മൺമറഞ്ഞ പുരസ്കാര ജേതാക്കളായ പി.എം. അബു, ജോസി പെരേര, കലാനിലയം പീറ്റർ, കൊച്ചിൻ വർഗീസ് എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. അക്കാദമി അവാർഡ് ജേതാവ് ജോൺ ഫെർണാണ്ടസ് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ആശയിലെ 27 ഗായകർ പങ്കെടുത്ത ഗാനസന്ധ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.